സ്വാഗതം. ടാരാട്ടോറാക്കൾ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്ന് ദേവിയുടെ മെസ്സേജ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വന്നിരിക്കുന്ന മെസ്സേജ് ചിന്നമസ്ത ദേവി എന്നാണ്. ഇതിൽ ദേവിയുടെ മെസ്സേജ് എന്താ വെച്ചാൽ, നമ്മളെ പ്രപഞ്ചത്തിനോടും പ്രകൃതിയോടും കടപ്പെട്ടിരിക്കുന്നതിനാൽ കടമകൾ നിർവഹിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. നമ്മളെ കടമകൾ നിർവഹിക്കാനായിട്ട് ആത്മസമർപ്പണം ചെയ്യുക, നമ്മുടെ കടമകൾ നമ്മൾ വേണ്ട പോലെ ചെയ്യുക. അതാണ് ഇന്ന് ദേവിയുടെ മെസ്സേജ്. കൂടാതെ ഇന്ന് കർക്കിടവാവ് ബലിയൊക്കെയാണ്. ഇന്ന് പിതൃക്കൾക്ക് വേണ്ടി പിതൃകർമ്മം ചെയ്യേണ്ട ദിവസമാണ്. വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. പിതൃഗണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബലിയാണ് വാവുബലി. പിതൃഗണങ്ങൾ, അതായത് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യണ ദിവസമാണെന്ന്. പിതൃഗണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാവുബലിയാണ് കർക്കിടക വാവുബലി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോഴാണ് പിതൃ ആവണത്. പിന്നെ ആ 1 വർഷം കഴിഞ്ഞ് അയാൾക്ക് പിതൃകർമ്മം ചെയ്യുമ്പോഴാണ് അയാൾ പിതൃലോകത്തേക്ക് പോകുന്നതെന്നാണ് ഗരുഡപുരാണം പറയുന്നത്. ഗരുഡപുരാണത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ഗരുഡന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ശ്രാദ്ധകർമ്മങ്ങളെക്കുറിച്ച്. ഗരുഡപുരാണത്തിൽ ധാരാളം വിവരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഗയാശ്രാദ്ധാണ്. ഒരു മനുഷ്യനായിട്ട് പിറന്നാൽ ഗയയിൽ പോയിട്ട് പിതൃകർമ്മം ചെയ്യണം. ഒരുവൻ ഗയയിൽ പോയിട്ട് അവൻ്റെ പിതൃക്കൾക്ക് വേണ്ടി, ആൻസിസ്റ്റേഴ്സിന് വേണ്ടി പിതൃകർമ്മം ചെയ്യുകയാണെങ്കിൽ അവനും സദ്ഗതി ലഭിക്കുന്നു. മാത്രമല്ല, അവൻ്റെ പിതൃക്കൾക്കൊക്കെ സദ്ഗതി ലഭിക്കും. വളരെ പുണ്യമാണെന്നാണ് പറയുന്നത്. ഗയയിൽ പോയിട്ട് പിതൃകർമ്മം നമ്മൾ ചെയ്യണോടൊപ്പം അന്നദാനം അല്ലെങ്കിൽ ബ്രാഹ്മണ ഭോജനം കൂടി നടക്കുകയാണെങ്കിൽ അവന് ദുർലഭമായിട്ട് ഒന്നുമില്ല എന്നാണ് ഭഗവാൻ ഇതിൽ ഗരുഡനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് സാക്ഷാത് നാരായണൻ. അതേപോലെ ഭ്രൂണഹത്യക്കുള്ളത് പരിഹാരവും ഗയയിലുണ്ട്. അതും കുടുംബത്തിൽ നാശം ഉണ്ടാക്കുന്നതാണ് ഈ ഭ്രൂണഹത്യ, മഹാപാപമാണ്. അതിനുള്ള പരിഹാരവും ഗയയിലുണ്ട്. അപ്പോൾ ഗയയിൽ പോയിട്ട് അത് പിതൃദോഷമായി മാറും ഈ ഭ്രൂണഹത്യ. അപ്പോൾ ആ പിതൃവിനുള്ള കർമ്മം, പിന്നെ നമ്മുടെ ആൻസിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കർമ്മവും നമ്മൾ ഗയയിൽ പോയി ചെയ്യുന്നത് വളരെ പുണ്യമാണ്. കാരണം ആ ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമല്ല, ആ കുലത്തിനും സദ്ഗതി ലഭിക്കുന്നു എന്നാണ് നാരായണൻ പറയണത്, സാക്ഷാത് നാരായണൻ പറയുന്നത്. അപ്പോൾ മഹാവിഷ്ണു ഗരുഡന് പറഞ്ഞു കൊടുക്കുന്ന ഗരുഡപുരാണത്തിലെ വരികളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.